വാട്സ്ആപ്പ് ഗായ്സ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വളരെ എക്സൈറ്റഡും ത്രില്ഡാണ് ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലൊക്കേഷൻ വെച്ചാൽ അതിനേക്കാളും എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക്. ഇപ്പോൾ ഇന്നത്തെ സ്ഥലമാണ് അവിയൂർ എന്നുള്ളൊരു സ്ഥലം. തൃശ്ശൂർ ജില്ലയിൽ പൊന്നീർക്കുളം ഗ്രാമപഞ്ചായത്തിൽ വരുന്ന സ്ഥലമാണ് അവിയൂർ. അപ്പോൾ അത് ഓൾമോസ്റ്റ് റിസംബിൾസ് കണ്ണോത്തുപാടം, വെങ്കിടങ്ങ്. അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഒരു ഈവനിങ് വൈബ്. അപ്പോൾ അവിടെ ഒരു വലിയൊരു മരം, ഒരു ടേണിംഗ് ആണ് ആക്ച്വലി. ഇത് ഒരു വലിയ മരം, അതിൻ്റെ അടിയിൽ ഒരു ചായപ്പീടിക, ബാക്ക് സൈഡിൽ പാടം. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. ക്യാൻവാസ് സൈസ് പറയുമ്പോൾ 27x35 ഇഞ്ചസ് ആണ്. അപ്പോൾ കുറച്ച് വലിയൊരു ടാസ്കിനാണ് ക്യാൻവാസ് ഫില്ല് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ആ സ്റ്റേജിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ട്രാൻസ്പെറൻറ്റ് കളേഴ്സ് എൻ്റെ പാലറ്റിലുള്ളത് അൾട്രാമറൈൻ ബ്ലൂ, അലിസൺ ക്രിംസൺ, ബേൺ സിയന്ന. ഇപ്പോൾ ഈ ഒരു 3 കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ കളേഴ്സ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ ഞാൻ കോമ്പോസിഷൻ ഫൈനലൈസ് ചെയ്യും. ഇപ്പോൾ കോമ്പോസിഷനിൽ എനിക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇപ്പോൾ എനിക്ക് വളരെ ഈസി ആയിരിക്കും. ടർപ്പൻ്റൈൻ മിക്സ് ചെയ്തിട്ട് വൈപ്പ് ഓഫ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് കളേഴ്സാണ്. ഒപ്പാക്ക് കളേഴ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. വൈറ്റ് ഒപ്പാക്ക് കളേഴ്സ് ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നത് വൈറ്റ് കളർ ആഡ് ചെയ്യുമ്പോൾ അത് ഒപ്പാക്കായിട്ട് മാറും. ട്രാൻസ്പെറൻറ്റ് കളേഴ്സ് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും ക്യാൻവാസിൽ നിന്ന്. നമുക്ക് ചേഞ്ചസ് ജസ്റ്റ് ലൈക്ക് നമ്മൾ പേപ്പറിൽ നിന്ന് പെൻസിൽ ഡ്രോയിങ് ക്ലീൻ ചെയ്യണ പോലെ നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ ടർപ്പൻ്റൈൻ ഉപയോഗിച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് കളറാണെങ്കിൽ. പക്ഷേ നമ്മളവിടെ ഒപ്പാക്ക് കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കളേഴ്സിൽ ഞാൻ വൈറ്റ് ആഡ് ചെയ്യണമെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താ വെച്ചാൽ ആ പെയിൻറ്റ് തിക്കായിരിക്കും. മറ്റേത് വെച്ചാൽ തിന്നാണ് ട്രാൻസ്പെറൻറ്റ് കളർ എന്ന് പറയുന്നത്. കോമ്പോസിഷൻ ഹാപ്പി ആയപ്പോൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു, അതായത് വൈറ്റ് ആഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇനീഷ്യലി ഞാൻ വളരെ റൂഡായിട്ട് റഫായിട്ടാണ് ഈ ബ്ലോക്കിങ് ചെയ്യുന്നത്. ടർപ്പൻ്റൈൻ വളരെ തിൻ ഡൗൺ ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഇപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് അല്ലാ പ്രീമ എന്നുള്ള മെത്തേഡ്. അല്ലാ പ്രീമ മെത്തേഡ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എല്ലാം ഉടനെ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ഞാൻ ഇന്ന് തന്നെ ഈ സ്ട്രെച്ചിൽ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതെന്താണ് ഇത്ര വലിയ സംഭവം എന്ന് ചോദിച്ചാൽ, ഓയിൽ കളേഴ്സിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഡ്രൈ ആവാൻ ടൈം എടുക്കും, ആഴ്ചകൾ മിനിമം എടുക്കും. അതിൻ്റേതായ മീഡിയം വരുന്നുണ്ട്. ആ മീഡിയം യൂസ് ചെയ്താൽ 24 hours ഡ്രൈ ആവും. സ്റ്റിൽ ഇറ്റ്സ് ടേക്സ് ടൈം. അത് വാട്ടർ കളർ എക്കറിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഡ്രൈയിങ് ടൈം വളരെ കൂടുതലാണ്. അപ്പോൾ അതൊരു ഗുണവും ദോഷം കൂടിയാണ്. ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് എറേസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നീടൊന്ന് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. ദോഷം എന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങാൻ ടൈം എടുക്കും. അത് തന്നെയാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണോ ഉണങ്ങാത്ത പെയിൻറ്റിൻ്റെ മുകളിൽ പെയിൻറ്റ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മളിപ്പോൾ ചുമരുമ പെയിൻറ്റ് ചെയ്യണം. ചുമരുമ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പ് അടുത്ത പെയിൻറ്റിങ്ങിന് നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുക. അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓയിൽ പെയിൻറ്റിങ്ങിന് അതിൻ്റേതായ കോംപ്ലക്സിറ്റിയും അതിൻ്റേതായ ബ്യൂട്ടി ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അല്ലാ പ്രീമ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ വേർഡാണ്. ഓൾ അറ്റ് വൺസ് ആണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഈ ഇംപ്രഷനിസ്റ്റ് മൂവ്മെൻറ്റൊക്കെ വന്നപ്പോൾ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലാ പ്രീമ എന്ന് പറയുന്നത്. അല്ലാ പ്രീമ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാതും ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഓയിൽ കളർ ഉണങ്ങാൻ സമയം എടുക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഫസ്റ്റ് ഞാൻ വളരെ തിന്നായിട്ട് പെയിൻറ്റ് ചെയ്തിരുന്നു, അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ ക്യാൻവാസ് ഫുൾ ഫില്ല് ചെയ്ത് തിന്നായിട്ട്. അതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ തിക്നെസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പെയിൻറ്റിൻ്റെ. ലാസ്റ്റൊക്കെ എത്തുമ്പോൾ ഹൈലൈറ്റ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഡയറക്റ്റ് കളേഴ്സ് ആയിരിക്കും കൊടുക്കേണ്ടത്. അതായത് അതിൽ വേറൊന്നും ഒരു മീഡിയം ഡയലൂട്ട് ചെയ്യില്ല. ഞാനിതിൽ ഉപയോഗിക്കുന്ന മീഡിയം ടർപ്പൻ്റൈനാണ്. ഇത് നോർമൽ ഹാർഡ്വെയർ സ്റ്റോറിൽ കിട്ടുന്ന ടർപ്പൻ്റൈനാണ്. ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഓയിൽ കളേഴ്സ് വെച്ചാൽ കാമലിനാണ്. എനിക്ക് ഇവിടെ എന്താണ് ആക്സസബിൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ വളരെ നന്നായിട്ട് തിൻ ചെയ്തിട്ടാണ് പെയിൻറ്റിങ് കൊടുക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ മുൻപ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, പെയിൻറ്റൊക്കെ ഡ്രിപ്പ് ചെയ്തിരുന്നു. അതെന്ന് വെച്ചാൽ ടർപ്പൻ്റൈൻ വെച്ചിട്ട് ഞാൻ നല്ല ഡയലൂട്ട് ചെയ്തിട്ട് ക്യാൻവാസ് ഫില്ല് ചെയ്യണം. ഞാൻ അതിൽ ഹാപ്പിയാണ്. ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് പോകാമെന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോഴാണ് ഞാൻ തിക്കൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റൊക്കെ എത്തുമ്പോഴാണ് നല്ല സോളിഡ് തിക്കുള്ള കളേഴ്സ് ഡയറക്റ്റ് ഔട്ട് ഓഫ് ട്യൂബ് കളേഴ്സൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങാം. ഡയറക്റ്റ് ഔട്ട് ഓഫ് കളേഴ്സ് ട്യൂബ് എന്ന് പറഞ്ഞാൽ അതിൽ മിക്സിങ് കുറവെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ടർപ്പൻ്റൈൻ അല്ലെങ്കിൽ ലിൻസിഡ് ഓയിൽ കുറവായിരിക്കും മിക്സ് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ ട്യൂബിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കളർ കൊടുക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ട്യൂബിൽ നിന്ന് ഡയറക്റ്റ് കളേഴ്സ് നമ്മൾ പെയിൻറ്റിങ്ങിൽ കാണുന്നത് വളരെ കുറവായിരിക്കും. എക്സെപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ കളേഴ്സൊക്കെ നമ്മൾ കണ്ടു ചിലപ്പോൾ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലൂറസെൻ്റ് കളർ കണ്ടു. ആ കളർ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ട്യൂബ് ഉണ്ടാവും. പക്ഷേ ബൈ നേച്ചർ നമുക്ക് അങ്ങനത്തെ കാണുന്നത് കുറവായിരിക്കും. എനിക്ക് പെയിൻറ്റിങ്ങിൽ ഭയങ്കര അഡോറബിളായി തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ടാർപ്പുളിൻ്റെ അടിയിൽ കൊടുത്ത ഒരു ഡാർക്സ് ഉണ്ടല്ലോ, അതായത് ഒരു വയലറ്റ് ഡാർക്ക്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നി. എന്താണെന്ന് എനിക്കറിയില്ല.
ഡാർക്സ് ഉള്ളതുകൊണ്ടാണോ അതോ ഭയങ്കരമായിട്ട് ഡെപ്ത് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ പെയിൻറ്റിങ്ങിനോടും അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു ഫേവർ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഫേവർ ആയിരിക്കും എനിക്ക് ഈ പെയിൻറ്റിങ്ങിനോട് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയത്. അതായത് ആ ഒരു ഡാർക്സ് കൊടുത്തത്. അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെ ഒക്കെ ഞാൻ വളരെ മിനിമലിസ്റ്റായിട്ട് കാണിക്കുന്നു. ഷേപ്പ് അടുത്ത് പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കാണുന്നുള്ളൂ. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ പലരും എൻ്റെ പെയിൻറ്റിങ്സ് ആണെങ്കിലേക്കും ഇതിൽ ഡീറ്റെയിൽസ് ഇല്ലല്ലോ, ആൾക്കാരുടെ മുഖം കാണുന്നില്ലല്ലോ. നമ്മൾ ഒരു സ്ഥലം നോക്കുമ്പോൾ നമ്മൾ ഒരേ ഒരു പോർഷനെ കാണുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഒരു ഫെയർഫുൾ വ്യൂവിൽ ഒരു ബ്ലറായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ മരം, ആകാശം, അതിൻ്റെ ഇടയിൽ ചെറിയൊരു പീടിക ഉണ്ട്, ചായപ്പീടിക, അതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ കാണിക്കലല്ല എൻ്റെ ഇവിടുത്തെ മോട്ടീഫ് ഈ പെയിൻറ്റിങ്ങിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ആ കടയിൽ നോക്കുമ്പോൾ കുറേ ഫീച്ചേഴ്സ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയത്. അതായത് അതിൽ ആ കടയുടെ പേര് എന്താണ്, കുട്ടേട്ടൻസ് കട എന്ന് അങ്ങനെ എന്തൊക്കെ അവിടെ ഒരു സൈൻ ബോർഡ് ഇത് വെച്ചിരുന്നു, ഫ്ലെക്സ് ബോർഡ്. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊക്കെ ഞാനതിൽ ജസ്റ്റ് ഹിൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അത് ഞാൻ ഫുള്ള് മലയാളം കാലിഗ്രഫി ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ നമ്മളത് അങ്ങനെ കാണുന്നുള്ളൂ. ഞാനിപ്പോൾ ഈ റോഡ് നോക്കുകയാണെങ്കിൽ ആ കട ഒക്കെ ഒരു ബ്ലർ ഔട്ട് ആയിരിക്കും. അപ്പോൾ അതുപോലെ ട്രീറ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഇപ്പോൾ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല ക്ലൗഡി റെയിനി ഡേ ഒക്കെയാണ് തീമുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിനുള്ള മോട്ടീഫും അതാണ്. ഒരു റെയിനി ഫീൽ ഞാൻ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടോ വെച്ചാൽ ഇല്ല, ഓൾമോസ്റ്റ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് പ്ലെനർ ചെയ്യുന്നത്, മഴക്കാലം അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ. അപ്പോൾ അതിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കളേഴ്സ് ആയാലും, കളേഴ്സിൻ്റെ വൈബ്രൻസി ആയാലും, ഡെപ്ത് ആയാലും. ഇപ്പോൾ ഈ മഴ പെയ്തതിന് ശേഷം ഞാനിപ്പോൾ എനിക്ക് ഡയറക്റ്റ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായതാണ്. എനിക്കിത് മുൻപേ അറിയില്ല. ഞാൻ ഫോട്ടോ നോക്കിയാൽ എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയിരുന്നില്ല. ഈ മരങ്ങളും ഇതൊക്കെ നാച്ചുറൽ ഒബ്ജക്റ്റുകളൊക്കെ ഭയങ്കര ഡെപ്ത് വരെയാണ്. ഡെപ്തിൽ വെച്ചാൽ നല്ല ഡാർക്ക് ഫ്രഷ് കളേഴ്സ് വരെ. അപ്പോൾ അത് ഭയങ്കര അപ്പീലിംഗ് തോന്നി. നേരെ മറിച്ച് നമ്മൾ നല്ല സൺലൈറ്റ് ഉള്ള ദിവസം നോക്കുമ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നെസ് കൂടുതലായതുകൊണ്ട് ആ കളേഴ്സ് കുറച്ച് ഡള്ളായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ എനിക്കിപ്പോൾ ഈ റീസെൻറ്റ് പെയിൻറ്റിങ്ങിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പെയിൻറ്റിങ് പ്ലെനർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ പഠിക്കുകയാണ്. അതായത് ഇങ്ങനെയാണ് റിയൽ ലൈഫിൽ കളേഴ്സ് വർക്ക് ആവുന്നത്. അപ്പോൾ ആ ഒരു ഫീലിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അത് ഭയങ്കര ഒരു കിടിലൻ ഫീലിംഗ് അല്ലേ. ഈ ഒരു ഫീലാണ് എന്നെ ഓരോ പ്രാവശ്യം പ്ലെനർ പെയിൻറ്റിങ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് സത്യാവസ്ഥ, അതാണ്. അല്ലാതെ ആർക്കാണ് ഈ വെയിലും മഴയും കൊണ്ടിട്ട് ചെന്ന് പെയിൻറ്റ് ചെയ്യാൻ ഇത്ര ഇഷ്ടമുണ്ടാവുക എനിക്കറിയില്ല. പക്ഷേ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് നാച്ചുറൽ കാണുന്നതും അത് കളേഴ്സ് നമ്മൾ ഡയറക്റ്റ് ഫീൽ ചെയ്യുന്നതും അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസാണ് ഞാനും റിക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അറിയിക്കൂ. അതായത് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ലൊക്കേഷനിൽ പോകാനുള്ളൊരു തീഷ്ണമായ ആഗ്രഹം അങ്ങനെ പറയാം. അപ്പോൾ അതാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു പെയിൻറ്റിങ് ആയിരുന്നു വരെ ഹാപ്പി പെയിൻറ്റിങ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും നിങ്ങളുടെ ആർട്ടിസ്റ്റ് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ സക്സസ് ആയി ഞാൻ കാണുന്നത് ഈ യൂട്യൂബ് ചാനൽ കൊണ്ടുനടക്കുന്നതിൽ. അപ്പോൾ അടുത്തൊരു പെയിൻറ്റിങ് വരുന്നവരെ ഹാപ്പി പെയിൻറ്റിങ്.